إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നാം ഒഴുകുന്ന ഏതൊരു പ്രവർത്തനത്തിൻ്റെ പിന്നിലും ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ഒരു ലക്ഷ്യവുമില്ലാതെ നമ്മളാരും ഒരു പ്രവർത്തനത്തിൽ മുഴുകാറില്ല. ഒരു യാത്ര പോകുമ്പോൾ അതിലൊരു ലക്ഷ്യമുണ്ട്. പഠിക്കുന്നതും പരീക്ഷ എഴുതുന്നതിലും നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇങ്ങനെ ഏതൊരു പ്രവർത്തനത്തിൻ്റെ പിന്നിലും ലക്ഷ്യമുണ്ടെങ്കിൽ സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ഐഹിക ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായ പരിശ്രമങ്ങളിൽ നാം മുഴുകുന്നുണ്ടോ എന്ന ഒരു ആത്മവിചാരം ഏത് സമയത്തും നമുക്കുണ്ടാവണം. അള്ളാഹു ഗൗരവപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുമ്പിൽ ഉണർത്തിയിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ആർക്കും തടുക്കാനും നിഷേധിക്കാനും രക്ഷപ്പെടാനും കഴിയാത്ത മരണം, ആ മരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഉണർത്തിയ കാര്യം വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുക പരലോകത്താണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അതിനാൽ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ ആരാണ് പ്രവേശിച്ചത് അവർ തീർച്ചയായും വിജയിച്ചു എന്നാണ് അള്ളാഹു ഉണർത്തിയിട്ടുള്ളത്. ഭൂരിപക്ഷ മനുഷ്യരും ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് തെന്നി അശ്രദ്ധയിലായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. സൂറത്തുൽ അംബിയായിലെ 1-ാമത്തെ വചനം ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിളൂൻ. മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിട്ടുണ്ട്, എന്നാൽ അവർ ആ ബോധത്തിൽ നിന്ന് അശ്രദ്ധയിൽ കഴിയുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി. ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞു, ഹാദാ തംബീഹും മിനല്ലാഹി അസ്സ വജല്ല അലഖ്തിറാബിസ്സാഅതി വദുനുവ്വിഹ. ഈ വചനത്തിൽ
അള്ളാഹു ഉണർത്തുന്നുണ്ട്, അന്ത്യസമയം അടുത്തിട്ടുണ്ട് എന്ന്. ലാ യഅ്മലൂന ലഹാ വലാ യസ്തഇദ്ദൂന മിൻ അജലിഹ. പക്ഷെ അധിക മനുഷ്യരും അതിനായി പ്രവർത്തിക്കുകയോ ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരുങ്ങുകയോ ചെയ്യുന്നില്ല എന്ന്. ഇതിൽ നിന്ന് ഭിന്നമാകണം സത്യവിശ്വാസികൾ. അള്ളാഹു നമ്മോട് ചോദിച്ച ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം കാണേണ്ടത് ഈ ജീവിതത്തിൽ വെച്ചാണ്. അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ. നരകത്തിൽ എറിയപ്പെടുന്നവനാണോ ഉത്തമൻ, അതല്ല പരലോകത്ത് നിർഭയനായി കടന്നു വരുന്നവനോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. യഅ്മലു മാ ശിഅ്തും ഇന്നഹു ബിമാ തഅ്മലൂന ബസീർ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം, നിങ്ങൾ ഉദ്ദേശിച്ച വിധം പ്രവർത്തിച്ചു കൊള്ളുക, നിങ്ങളുടെ പ്രവർത്തനത്തെ കണ്ടറിയുന്നവനാണ് അള്ളാഹു എന്നാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദിക്കും മിൻ ശിറാകി നഅലിഹി വന്നാറു മിസ്ലു ദാലിക്. ഓരോരുത്തരുടെ കൂടെ താൻ ധരിച്ച ചെരുപ്പിൻ്റെ വാറുകൾ എത്രമാത്രം ഒട്ടിച്ചേർന്നു നിൽക്കുന്നുവോ അതുപോലെ സ്വർഗവും നരകവും അടുത്തു നിൽക്കുന്നു എന്നാണ്. ഹദീസിൻ്റെ വിശദീകരണത്തിൽ കാണാം, അന്നൽ ജന്നത അഖ്റബു ഇലൽ അബ്ദി ഇദാ അത്വഅ റബ്ബഹു. തൻ്റെ റബ്ബിനെ അനുസരിച്ചാണ് ഒരു അടിമ ജീവിക്കുന്നതെങ്കിൽ അവനോട് ഏറ്റവും അടുത്തുണ്ട് അവൻ്റെ സ്വർഗം. വഅന്നൻ നാറ ഖരീബത്തുൻ ഐളൻ ഇദാ അസ്വല്ല. അള്ളാഹുവിനെ ധിക്കരിച്ചാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ നരകം അവനോടൊപ്പമുണ്ട്, അടുത്തുണ്ട് എന്ന്. ഇതുകൊണ്ട് തന്നെ ശരിയായ ഈമാൻ നേടിയെടുക്കുകയും ആ ഈമാനിലൂന്നിയ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തിൻ. ഞങ്ങളൊരിക്കൽ റസൂലുള്ളയോടൊപ്പം ഒരു ജനാസയുടെ കൂടെയുണ്ട്. ഫജലസ അലാ ഷഫീരിൽ ഖബ്രി ഫബക്കാ ഹത്താ ബല്ലസറ. ആ ഖബറിനടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയും അങ്ങനെ റസൂലുള്ള കരഞ്ഞ് താടി രോമങ്ങൾക്കിടയിലൂടെ കണ്ണുനീർ ഒഴുകി ഖബറിന് ചുറ്റുമുള്ള മണ്ണ് വരെ നനഞ്ഞുപോയി. അങ്ങനെ സുമ്മ ഖാല, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദൽ യൗമ ഫഅഇദു. അല്ലയോ സഹോദരങ്ങളെ, ഇതുപോലുള്ള ഇങ്ങനെ കബറടക്കപ്പെടാൻ പോകുന്ന ഒരു ദിനം നമുക്കൊക്കെയുണ്ട്. നാം ഒരു മയ്യിത്തുമായി കബറടക്കാൻ വന്നവരാണല്ലോ. നമുക്കും ഇതുപോലെ ഒരു ദിനമുണ്ട്. ഈ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക എന്ന്. നാം ചിന്തിക്കേണ്ടത്, ഓരോ രാപ്പകലുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മോട് വിട പറഞ്ഞു പോകുന്ന രാപ്പകലുകൾ ഇനി നമ്മിലേക്ക് തിരിച്ചു വരുന്നവയല്ല. അതുകൊണ്ട് ലഭിച്ച അവസരങ്ങൾ സൽക്കർമ്മങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ വറബതു ശംസുഹു നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. എൻ്റെ ആയുസ് ചുരുങ്ങിപ്പോകുകയും എനിക്കെൻ്റെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കാതെ വന്ന് ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ദിവസത്തെപ്പോലെ, നഷ്ടപ്പെട്ടു പോയ ദിവസത്തെപ്പോലെ മറ്റൊരു കാര്യത്തിലും എനിക്ക് ഖേദമില്ല എന്നർത്ഥം. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ
കഴിയാത്ത ദിനങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഖേദം ആ വിഷയത്തിൽ മാത്രമാണ് എന്നാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മുടെ മുമ്പിൽ ഏറ്റവും വിലപ്പെട്ട ചില ദിനങ്ങൾ കടന്നു വരികയാണ്. ആ ദിനങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ എന്നാണ്. ഈ ദുനിയാവിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അയ്യാമുൽ അശ്ർ 10 ദിവസങ്ങളാണ് എന്ന്. ഏതാണ് ആ 10 ദിനങ്ങൾ? വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാവുകൾ തന്നെയാണ് സത്യം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് തഫ്സീർ ചെയ്തത് ഈ 10 രാവുകൾ, അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ 10 രാവുകൾ, 20 രാവില്ല, 30 രാവില്ല, 2 3 4 മാസങ്ങളില്ല, 10 ദിനങ്ങൾ. അത് അശ്റു ദുൽഹിജ്ജ. ഓരോ വർഷവും ദുൽഹിജ്ജ മാസം പിറന്നാൽ അതിലെ 1-ാമത്തെ ദിവസം മുതൽ 10 ദിവസം വരെയാണ്. ഇതുപോലെ സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ വചനത്തിൽ വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, നിർണിത ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ പ്രത്യേകം സ്മരിക്കണം. ഈ നിർണിത ദിവസങ്ങൾ ഏതാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളാണ്. ഹദീസുകളിൽ കാണും മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസങ്ങളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങൾ വേറെയില്ല. അല്ലാഹുവിൻ്റെ അടുത്ത് ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങൾ വേറെയില്ല എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വിശുദ്ധമായ ദിവസങ്ങൾ, വലാ അഅ്ളമ അജ്റൻ മിൻ ഖൈരിൻ യഅ്മലുഹു ഫി അശ്റിൽ അൽഹ. ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിൽ ഒരു നന്മ ചെയ്യുമ്പോൾ അതിന് ലഭിക്കുന്ന മഹത്വമുണ്ട്, പ്രതിഫലമുണ്ട്. അത് മറ്റു ദിവസങ്ങളിലില്ലാത്ത അത്ര പ്രതിഫലമുള്ളതാണ്, മഹത്വമുള്ളതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താണ് ദുൽഹിജ്ജ മാസത്തിലെ ഈ 10 ദിനങ്ങൾക്ക് ഇത്രമാത്രം പ്രത്യേകതയുണ്ടാകാൻ കാരണം? ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല പറഞ്ഞത് അന്ന സബബ ഫിംതിയാസി അശ്രി ദിൽഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി. ഈ 10 ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ്? അതിന് കാരണം ഇസ്ലാമിൽ നാം പഠിപ്പിക്കപ്പെട്ട, നമ്മോട് കൽപ്പിച്ച, അള്ളാഹു നാം നിർവഹിക്കണമെന്ന് കൽപ്പിച്ച ഫർളും സുന്നത്തുമായ ഏതൊക്കെ ഇബാദത്തുകളും ഏതൊക്കെ കർമ്മങ്ങളും ദിക്റുകളും ദാനധർമ്മങ്ങളും ഉണ്ടോ അതെല്ലാം സംഗമിക്കുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെന്നാണ്. മറ്റു ദിവസങ്ങളിൽ ഇങ്ങനെ കാണാൻ കഴിയില്ല. റമളാനിൽ പോലും അങ്ങനെ കാണാൻ കഴിയില്ല. ഈ 10 ദിവസങ്ങളിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട എല്ലാ ഇബാദത്തുകളും സംഗമിക്കുന്നു. നമസ്കാരം കടന്നു വരുന്നു, നോമ്പ് കടന്നു വരുന്നുണ്ട്. 9 അറഫ എന്ന യൗമു അറഫ എന്ന ദുൽഹിജ്ജ 9 നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ 1 മുതൽ 9 വരെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നതിനും ഈ ദിവസങ്ങളിൽ വിരോധമില്ല. അപ്പോൾ നമസ്കാരം കടന്നു വരുന്നു, ഹജ്ജ് കടന്നു വരുന്നു, ഉംറ കടന്നു വരുന്നു, സ്വതക്ക കടന്നു വരുന്നു, ദിക്റുകളും സ്വലാത്തുകളും എല്ലാം കടന്നു വരുന്ന ദിനങ്ങളാണ് ദുൽഹിജ്ജ 10 ദിവസങ്ങൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയോട് വന്ന ഒരു ചോദ്യം,
അൻ അശ്രി ദിൽ ഹിജ്ജ വൽ അശ്രിൽ അവാഖിർ മിൻ റമളാൻ അയ്യുഹുമാ അഫ്ളൽ. ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളും റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളും ഇതിലേതാണ് ഏറ്റവും ശ്രേഷ്ഠം? അദ്ദേഹം മറുപടി കൊടുത്തത് അയ്യാമു അശ്രി ദിൽ ഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്ർ മിൻ റമളാൻ. റമളാനിലെ അവസാന 10 പകലുകളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജ ആദ്യ 10 പകലുകൾ. വല്ലയാലിൽ അശ്റുൽ അവാഖിർ മിൻ റമളാൻ അഫ്ളലു മിൻ ലയാലി അശ്രി ദിൽ ഹിജ്ജ. അശ്റു ദിൽ ഹിജ്ജയിലെ രാവുകളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് റമളാനിലെ അവസാന 10 രാവുകൾ എന്നതാണ്. ഇങ്ങനെ രാപ്പകലുകൾക്ക് പുണ്യമുണ്ടാകുമ്പോൾ ആ പുണ്യം വിസ്മരിച്ചുകൊണ്ടല്ല, അവഗണിച്ചുകൊണ്ടല്ല നാം കടന്നു പോകേണ്ടത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അവനെ സ്മരിക്കാനും അവൻ്റെ മാർഗത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നേറാനും അതിന് വമ്പിച്ച പ്രതിഫലം അള്ളാഹു നൽകുമെന്ന്, അവനങ്ങനെ സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ സത്യവിശ്വാസികൾ അതിനോടൊപ്പമുണ്ടാകണം. ഫഅക്തിറു ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ തുടങ്ങിയ ദിക്റുകൾ വർദ്ധിപ്പിക്കണം എന്ന് പ്രത്യേകം കൽപ്പനയുണ്ട്. അതോടൊപ്പം ഫർളായ കാര്യങ്ങളിൽ കൂടുതൽ നിഷ്ഠ പുലർത്താനും ഐച്ഛികമായ നമസ്കാരങ്ങളിലും ദാനധർമ്മങ്ങളിലും അതുപോലെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുന്നതിലും അതിൻ്റെ ആശയം മനസ്സിലാക്കുന്നതിലും സ്വതക്കുകൾ വർദ്ധിപ്പിക്കുന്നതിലും ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. ഈ വെള്ളിയാഴ്ചയാണ് ഇങ്ങനെ ഒരു വിഷയം പറയേണ്ടത് എന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മമാരിൽപ്പെട്ട റസൂലുള്ളാഹിയുടെ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു ദിബ്ഹുൻ യദ്ബഹുഹു. ഒരാൾ ബലി അറുക്കാൻ ഉദ്ദേശിച്ചു, ആ ബലി അറുക്കാൻ നിയ്യത്ത് വെച്ചു. അങ്ങനെ ഫഇദാ ഉഹില്ല ഹിലാലു ദിൽ ഹിജ്ജ, ആ അവസ്ഥയിൽ ദുൽഹിജ്ജ മാസപ്പിറവി അവൻ ദർശിക്കുകയും ചെയ്താൽ ഫലാ യഅഖുദന്ന മിൻ ശഅരിഹി വലാ മിൻ അൾഫാരിഹി ഷൈഅൻ ഹത്താ യുളഹിയ. അവനവൻ്റെ ശരീരത്തിൽ നിന്ന് സാധാരണ പോലെ ശരീരത്തിൽ നീക്കം ചെയ്യുന്ന രോമങ്ങൾ ഈ സന്ദർഭത്തിൽ ഒരിക്കലും അവൻ എടുക്കരുത്. അവൻ മുറിച്ച് നീക്കുന്ന നഖങ്ങൾ അവൻ മുറിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഒരു സുന്നത്ത് ബലി അറുക്കുന്ന പലരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ദുൽഹിജ്ജ മാസപ്പിറവിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷയം സൂചിപ്പിക്കുന്നത്. ബലി അറുക്കാൻ ഉദ്ദേശിച്ചവർ അഥവാ ഒരു കുടുംബനാഥൻ, ആ കുടുംബനാഥനായിരിക്കും ബലി അറുക്കാനുള്ള പണം ചെലവഴിക്കുന്നത്. ആ കുടുംബനാഥൻ്റെ മേൽ ബാധ്യതയുള്ളതാണ്, അല്ലാതെ വീട്ടിലുള്ള എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതില്ല. കുടുംബനാഥനാണ് ബലി അറുക്കാൻ നിയ്യത്ത് വെച്ച് അതിന് പണം ഇറക്കുന്നതെങ്കിലും ആ ബലിയുടെ പ്രതിഫലം ആ വീട്ടുകാർക്ക് മുഴുവൻ ലഭിക്കും. എന്നാൽ ഈ നിയമം ബാധകം ബലി അറുക്കാൻ അങ്ങനെ പ്രത്യേകം നിയ്യത്ത് വെച്ച് ആ ബലിയെറുക്കാൻ പണം ചെലവഴിച്ച് ആ ആടുമാടുകളെ വാങ്ങി അത് അറവ് നടത്തുന്നവരാണ്.
അവർ ദുൽഹിജ്ജ മാസം പിറന്നാൽ ദുൽഹിജ്ജ മാസം കണ്ടതോടെ ഹദീസിലുള്ളത് ഹത്ത യുലഹിയ എന്നാണ്, ബലി അറുക്കുന്നത് വരെ. സാധാരണ പലരും ഈ സുന്നത്ത് നടപ്പിലാക്കും. പക്ഷെ പെരുന്നാൾ ദിവസം രാവിലെ കുളിക്കുന്നതിന് മുമ്പ് നഖം മുറിക്കും, രോമങ്ങളെടുക്കും. ആ സുന്നത്ത് നഷ്ടപ്പെടുത്തി. അറവ് നടത്തുന്നതുവരെ ശരീരത്തിൽ നിന്ന് നഖമോ രോമങ്ങളോ നീക്കാൻ പാടില്ല എന്നതാണ് ഈ സുന്നത്ത്. കേട്ടവർ ഇതറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് തന്നെ ഏതൊരു കർമ്മത്തിലും നാം മുഴുകണം എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അനുഷ്ഠിച്ച് അവൻ്റെ സാമീപ്യം നേടിയെടുക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നഹ് വഅമിത്നാ മഅൽ ഈമാനി വത്തൗബah. അല്ലാഹുമ്മ അശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അശ്ഫി മർളാനാ വർഹം മൗതാനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർതഹു വലാ ദൈനൻ ഇല്ലാ ഖളൈതഹു വലാ മരീദൻ ഇല്ലാ ശഫൈതഹു വലാ മയ്യിതൻ ഇല്ലാ റഹിംതഹു വലാ ബലാഅൻ ഇല്ലാ റഫഅതഹു യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.